ഹലോ വെൽക്കം ടു എക്സാം വൈ NSMC ക്ലാസ്സസ്. അപ്പോൾ നമ്മൾ ഇന്ന് 8ാം ക്ലാസ്സിലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മോഷൻ എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് എടുത്ത് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കേ. എ ട്രീ സ്റ്റാൻഡ്സ് 15 മീറ്റർ ഈസ്റ്റ് ഓഫ് എ സൈൻ ബോർഡ്. ഓക്കെ, ഇതാ ഇവിടെ ഒരു സൈൻ ബോർഡ് ഉണ്ട്. ഇതൊരു സൈൻ ബോർഡ് ആണെന്ന് വിചാരിച്ചോ. ഇതിൻ്റെ 15 മീറ്റർ അപ്പുറത്തായിട്ട് എന്തുണ്ട്? ഒരു ട്രീ നിൽക്കുന്നുണ്ട്. ഓക്കെ, സപ്പോസ് ദിസ് ഇസ് എ ട്രീ വിച്ച് ഈസ് 15 മീറ്റർ ഈസ്റ്റ് ഓഫ് ദ സൈൻ ബോർഡ്. ഓക്കെ, ആൻഡ് എ ബെഞ്ച് സിറ്റ്സ് 6 മീറ്റർ ഫർദർ ഈസ്റ്റ് ഓഫ് ദ ട്രീ. ഓക്കെ, അപ്പോൾ ഈ ട്രീന്ന് വീണ്ടും ഈസ്റ്റിലോട്ട് ഒരു 6 മീറ്റർ ഫർദർ ആയിട്ട് ഒരു ബെഞ്ച് ഇട്ടിട്ടുണ്ട്. ഓക്കെ, ബാഡ് ഡ്രോയിങ്, പക്ഷേ കാര്യം മനസ്സിലാവുന്നുണ്ട് വിചാരിക്കുന്നു. ഓക്കെ, ഫൈൻഡ് ദ ബെഞ്ച് ഡിസ്റ്റൻസ് ഫ്രോം ദ സൈൻ ബോർഡ്. അങ്ങനെയാണെങ്കിൽ സൈൻ ബോർഡ് നിന്ന് ബെഞ്ച് വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാടാ? 15 + 6 21 മീറ്റർ. അതിലെന്താ ഡൗട്ട്? വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്, 21 മീറ്റർ. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കെ. അസേർഷൻ ദ സെയിം ട്രീ ക്യാൻ ബി കോൾഡ് അറ്റ് റെസ്റ്റ് ബൈ ഓൺ ഒബ്സർവർ in the motion by another. Okay, rest and motion of an object depend on observer's chosen frame of reference. The same tree can be called at rest by one observer and in motion by another. Okay, ഒരു ട്രീ അല്ലെങ്കിൽ ഈ ട്രീയോ വേറെ ഏതെങ്കിലും ട്രീയോ നിങ്ങൾ സങ്കല്പിച്ചോ, അത് ഒരാളെ സംബന്ധിച്ചിടത്തോളം മോഷനിലായിരിക്കും, ഒരാളെ സംബന്ധിച്ചിടത്തോളം റെസ്റ്റിലായിരിക്കും. അതിൻ്റെ റീസൺ ആയിട്ട് പറയുന്നത് റെസ്റ്റ് ആൻഡ് മോഷൻ ഓഫ് ആൻ ഒബ്ജക്ട് ഡിപ്പെൻഡ് ഓൺ ഒബ്സർവേഴ്സ് ചൂസൺ ഫ്രെയിം ഓഫ് റെഫറൻസ്. കറക്റ്റ് അല്ലടാ? ബോത്ത് ആർ ട്രൂ. റീസൺ എക്സ്പ്ലെയിൻസ് അസേർഷൻ. കറക്റ്റ് ആണ് അല്ലേ? കാരണം എന്താടാ, നമ്മൾ ഇതെല്ലാം ഫ്രെയിം ഓഫ് റെഫറൻസ് വെച്ചിട്ടാണ് ഈ മോഷനും റെസ്റ്റൊക്കെ ഡിഫൈൻ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാനിതാ ഇവിടെ നിന്ന് ഇങ്ങനെ ക്ലാസ് എടുക്കുകയാണ്. ഓക്കെ, അപ്പം നിങ്ങൾ അവിടെ നിന്ന് നോക്കുമ്പോൾ അല്ലെങ്കിൽ ഇതാ എൻ്റെ അടുത്ത് ഒരാൾ നിൽക്കുമ്പോൾ അയാൾ പറയും ഐ ആം അറ്റ് റെസ്റ്റ്. ഞാനിതാ ഇവിടെ റെസ്റ്റിലാണ്, ഞങ്ങൾ സംസാരിക്കുന്നേ ഉള്ളൂ, അങ്ങോട്ട് മൂവ് ചെയ്യുന്നില്ല. പക്ഷേ ഒരു സ്പേസിലുള്ള ഇൻ്റർനാഷണൽ സ്പേസ് സെൻ്ററിലുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഭൂമി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ? റിവോൾവ് ചെയ്യുന്നുണ്ട്, റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഭൂമി ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്, അതിന് കൂടെ ഞാനും മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അയാൾ പറയും അല്ല റൌഫ് സാർ അവിടെ നിന്നിട്ട് ക്ലാസ് എടുക്കുമ്പോൾ മൂവ് ചെയ്യുന്നുണ്ട് എന്ന് പറയും. അപ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം ഞാൻ മൂവിങ് ആണ്. ഓക്കെ, ദാറ്റ് മീൻസ് ഫ്രെയിം ഓഫ് റെഫറൻസ് ഡിപ്പെൻഡ് ചെയ്യും, അല്ലെങ്കിൽ അത് ഡിഫൈൻ ചെയ്തിട്ട് വേണം നമ്മൾ റെസ്റ്റ് ആണോ മോഷൻ ആണോ എന്ന് പറയാൻ. ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് ഐ എം അറ്റ് റെസ്റ്റ്, പക്ഷേ വിത്ത് റെസ്പെക്ട് ടു സ്പേസ് എന്നൊക്കെ പറയുമ്പോൾ ഐ എം അറ്റ് മോഷൻ. ഓക്കെ, വളരെ ഈസി ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. നിങ്ങൾക്ക് ഒരുപാട് എക്സാമ്പിൾസ് മോഷൻ എന്ന ചാപ്റ്ററിൽ നമ്മൾ എന്താണ് പഠിക്കുമ്പോൾ തന്നെ ഡിസ്കസ് ചെയ്യുന്നത്. എ ഫ്ലൈ സിറ്റ്സ് എക്സാക്ട്ലി അറ്റ് ദ സെൻറ്റർ ഓഫ് ദ സ്പിന്നിങ് സീലിംഗ് ഫാൻ ബ്ലേഡ് അസംബ്ലി വിത്ത് റെസ്പെക്ട് ടു ദ റൂം ദ ഫ്ലൈ ഈസ്. എക്സാക്ട് സെൻറ്ററിൽ, ഓക്കെ, ഒരു ഫാനിൻ്റെ എക്സാക്ട് സെൻറ്ററിൽ ഒരു ഫ്ലൈ ഇങ്ങനെ സിറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കറിയാം ലീഫ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. വിത്ത് റെസ്പെക്ട് ടു റൂം, ആ ഈച്ച കറങ്ങുന്നുണ്ടോ അല്ലെങ്കിൽ ആ ഫ്ലൈ കറങ്ങുന്നുണ്ടോ എന്നാണ് ചോദ്യം. അല്ലെങ്കിൽ അയാൾ ഈസ് ദ ഫ്ലൈ ഈസ് ഇൻ മോഷൻ ഓർ റെസ്റ്റ്, അതാണ് ചോദ്യം. എന്താടാ, മൂവിങ് ഫാസ്റ്റ്, മൂവിങ് സ്ലോലി, അറ്റ് റെസ്റ്റിൽ അത് എവിടേക്കും പോകുന്നില്ല. ഓക്കെ, അയാളിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടെന്നല്ലാതെ അയാൾ എവിടുന്നും മൂവ് ചെയ്യുന്നില്ല അല്ലേ? നമ്മൾ നോക്കുമ്പോൾ എപ്പോഴും അവിടെ തന്നെ, കറക്കം പോലും ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റില്ല. ഓക്കെ, ദ ഫ്ലൈ ഈസ് ഇൻ റെസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു ദ റൂം. ഓക്കെ, ഇനി മോഷൻ റെസ്റ്റ് ദാ ഇവിടെ ഇതാ കൊടുത്തിട്ടുണ്ട്. റെസ്റ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഇങ്ങനെ സ്റ്റാറ്റിക് ആയിട്ട് നിൽക്കുന്നത്, മോഷൻ എന്ന് പറഞ്ഞാൽ മൂവ് ചെയ്യുന്നത്. ഓക്കെ, പക്ഷേ ഈ മോഷൻ ആയാലും റെസ്റ്റ് ആയാലും നമ്മൾ പറഞ്ഞു ഇതെല്ലാം നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് ആണ് ഈ പറയുന്നത്, മോഷനാണോ റെസ്റ്റ് ഒക്കെ. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇൻ്റർനാഷണൽ സ്പേസ് സെൻറ്റർ എന്നൊക്കെ ഉള്ള ഒരാൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, ഫ്രെയിം ഓഫ് റെഫറൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ അത് പറഞ്ഞിട്ടാണ് നമ്മൾ എന്ത് പറയേണ്ടത്, മോഷനിലാണോ റെസ്റ്റിലാണോ എന്ന് പറയേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ. A car covers 60 km in 1 hour and 90 km in the next 1.5 hours. Find the average speed of the whole trip. എടാ, ആവറേജ് സ്പീഡ് എന്ന് കേട്ടാൽ നിങ്ങൾ അപ്പം ആലോചിക്കേണ്ടത് ആവറേജ് സ്പീഡ് ഇസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. ഓക്കെ, അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ്? 60 കിലോമീറ്റർ ആദ്യം കവർ ചെയ്തു, പിന്നെ 90 കിലോമീറ്റർ കവർ ചെയ്തു. സോ 90 + 60 ദാറ്റ് ഈസ് 150 കിലോമീറ്റർ ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. എത്ര ടൈം എടുത്തു? 1 hour ആണ് ആദ്യത്തെ 60 കവർ ചെയ്യാനെടുത്ത്, പിന്നീട് 1.5 hours ആണ് പിന്നീടുള്ള 90 കിലോമീറ്റർ കവർ ചെയ്യാനെടുത്ത്. വിച്ച് മീൻസ് 2.5 hours ആണ് ടോട്ടൽ എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആൻസർ ആയി 25 എടുത്തോ. 25 ആണെന്നുണ്ടെങ്കിൽ 150ൽ എത്ര 25 ഉണ്ട്? 6, റൈറ്റ്? 60 km/h. ഓക്കെ, കാൽക്കുലേഷൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ രണ്ട് ഭാഗത്തും 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ മുകളിൽ 1500 താഴെ 25 വരും. ഓക്കെ, അപ്പോൾ 150ൽ 6 ടൈംസ് ആണ് 25, ബാക്കി അവിടെ ഒരു 0 കൂടി ഉണ്ടാവും. അപ്പോൾ 60 km/h. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കാൽക്കുലേഷൻ നടത്താം. ഓക്കെ, സ്പീഡായിട്ട് ആൻസറിലോട്ട് എത്തുക എന്നുള്ളതാണ്.
അടുത്തത് അപ്പോൾ ആവറേജ് സ്പീഡിൻ്റെ ഇക്വേഷൻ മറന്നു പോകരുത്. ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. ഓക്കെ, ആവറേജ് വെലോസിറ്റി ആണെങ്കിൽ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടോട്ടൽ ടൈം. ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇവിടെ നോക്കേ, എ ട്രെയിൻ കവേഴ്സ് ഈക്വൽ ഹാഫ്സ് ഓഫ് ജേർണി അറ്റ് 40 km/h ആൻഡ് 60 km/h. ഫൈൻഡ് ഇറ്റ്സ് ആവറേജ് സ്പീഡ് ഫോർ ദ ഫുൾ ജേർണി. ഓക്കെ, അതായത് ഇവിടെ നോക്കുക, നന്നായിട്ട് ശ്രദ്ധിക്കുക. ആദ്യത്തെ എക്സ് ഡിസ്റ്റൻസ് ഇയാൾ കവർ ചെയ്യുന്നത് 40 km/h ആണ്. ഓക്കെ, പിന്നീടുള്ള എക്സ് ഡിസ്റ്റൻസ്, എക്സ് എന്ന് ഇവിടെ പറയുന്നില്ല, ഞാൻ ജസ്റ്റ് നമ്പർ കൊടുക്കുന്നതാണ് അല്ലെങ്കിൽ ലെറ്റർ കൊടുക്കുന്നതാണ്. പിന്നീടുള്ള എക്സ് ഡിസ്റ്റൻസ് ഇയാൾ കവർ ചെയ്യുന്നത് 60 km/h ആണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ അല്ലെങ്കിൽ ആവറേജ് വെലോസിറ്റി, ടോട്ടൽ ട്രാവലിൻ്റെ ആവറേജ് വെലോസിറ്റി, ആവറേജ് സ്പീഡ് എത്രയാണെന്നാണ് ചോദ്യം. ഓക്കെ, ഇവിടെ വെലോസിറ്റിയും സ്പീഡൊക്കെ ഈക്വൽ ആയിരിക്കും, കാരണം സെയിം ഡയറക്ഷനാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതൊക്കെ ഇവിടെ ചോദ്യം ആവറേജ് സ്പീഡാണ്. ആവറേജ് സ്പീഡ് ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈമാണ്. പക്ഷേ സാർ ഇവിടെ ടോട്ടൽ ഡിസ്റ്റൻസ് തന്നിട്ടില്ലല്ലോ, അപ്പോൾ നമ്മളെങ്ങനെ കാണും? അപ്പോൾ കാണാനുള്ള ഇക്വേഷനാണ് ആവറേജ് സ്പീഡ് ഇസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ്. നിങ്ങൾ എന്ത് എഴുതുക? എക്സ് പ്ലസ് എക്സ്, 2x. ടോട്ടൽ ടൈം, ആദ്യത്തെ ഹാഫ് കവർ ചെയ്യാൻ അടുത്ത ടൈം, എക്സ് ഡിവൈഡഡ് ബൈ 40, ഡിസ്റ്റൻസ് ബൈ സ്പീഡ്, പ്ലസ് അടുത്ത ഹാഫ് കവർ ചെയ്യാൻ അടുത്ത ടൈം, എക്സ് ബൈ 60. ഓക്കെ, അപ്പോൾ ഞാനിതാ താഴേന്ന് 2x ഇത് അതുപോലെ എഴുതി, താഴേന്ന് എക്സ് ഞാൻ പുറത്തോട്ട് എടുത്തു. 1/40 പ്ലസ് 1/60 ആൻസർ വരും. എക്സും എക്സും കട്ടായി കളഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 2 × 40 × 60 ഡിവൈഡഡ് ബൈ 40 + 60. നിങ്ങൾക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, എങ്ങനെയാണ് അത് വരുന്നത്? 1 × 60 പ്ലസ് 1 × 40 ഡിവൈഡ് ബൈ 40 × 60. അങ്ങനെ 40 × 60 മുകളിലോട്ട് വരും. നമുക്ക് ചെയ്ത് നോക്കാം. അത് അങ്ങനെ എന്താണ് ആ മാത്തമാറ്റിക്സ് കറക്കി തിരിച്ചൊക്കെ എടുത്ത് വന്നാൽ ലാസ്റ്റ് വരാൻ പോകുന്നത് 2 × 40 × 60 ഡിവൈഡ് ബൈ 40 + 60 ആണ്. സോ ആൻസർ എത്ര വരടാ? 2 × 40, 80 × 60 ഡിവൈഡ് ബൈ 100. ഓക്കെ, അപ്പോൾ ഈ 0യും 0യും മുകളിലത്തെ 2 0യും കട്ടായി പോകും. 6 × 8 എത്രയാണ്? 48 km/h എന്ന് നിങ്ങൾക്ക് ആൻസർ വരും. ഓപ്ഷൻ ബി. ഹാപ്പി അല്ലേ? ഓക്കെ, അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ആലോചിച്ച് നോക്കാം. ഈക്വൽ ഡിസ്റ്റൻസസിൽ കവർ ചെയ്യുന്ന അല്ലെങ്കിൽ ഈക്വൽ ഡിസ്റ്റൻസ് കവർ ചെയ്യുന്ന വെലോസിറ്റീസ് തന്നിട്ട്, സ്പീഡ് തന്നിട്ട് നിങ്ങളുടെ ആവറേജ് വെലോസിറ്റിയോ സ്പീഡോ ചോദിച്ചാൽ നിങ്ങൾക്കുള്ള ഇക്വേഷനാണ് ആവറേജ് വെലോസിറ്റി ഇസ് ഈക്വൽ ടു 2v1 v2 ഡിവൈഡഡ് ബൈ v1 + v2. ഓക്കെ, അപ്പോൾ ഇത്രയും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ ഈ ചെയ്ത കാൽക്കുലേഷൻ വെട്ടിപ്പോലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക? ഈക്വൽ ഡിസ്റ്റൻസസ്, ആദ്യത്തെ ഹാഫ് ഇത്ര സ്പീഡ് കവർ ചെയ്തു, പിന്നത്തെ ഹാഫ് ഇത്ര സ്പീഡ് കവർ ചെയ്തു എന്ന് പറഞ്ഞാൽ 2v1 v2 ഡിവൈഡ് ബൈ v1 + v2. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആൻസർ എടുത്താൽ. ആ ഇക്വേഷൻ എങ്ങനെ വന്നു എന്നാണ് ഞാനിത് ഇവിടെ കാണിച്ചു തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? അതെങ്ങനെ വന്നു എന്നൊക്കെ മനസ്സിലാക്കേണ്ടി വരും. പക്ഷേ നിങ്ങൾ കുറച്ച് പ്രാക്ടീസ് ചെയ്താൽ ഈ ഇക്വേഷൻ ഓൾറെഡി നമ്മളെ മനസ്സിലുണ്ടാവും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ. An athlete runs 3 laps of 400-meter track in 6 minutes and ends back at the start. Find her average velocity for the run. ആവറേജ് വെലോസിറ്റി ആണ് അഗെയിൻ ചോദിക്കുന്നത്. പക്ഷേ ബാക്ക് അറ്റ് ദ സ്റ്റാർട്ട്, അയാൾ പോയി തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ ആവറേജ് വെലോസിറ്റിൻ്റെ ഇക്വേഷൻ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടോട്ടൽ ടൈം ആണ്. പോയി തിരിച്ചു വന്നാൽ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് എത്രയാടാ? 0. സോ 0 ഡിവൈഡഡ് ബൈ എന്തോ ആയിക്കോട്ടെ, ഇറ്റ് ഡസൻറ്റ് മാറ്റർ. ടൈം നമുക്കിവിടെ നോക്കേണ്ട ആവശ്യം തന്നെയില്ല. പോയി തിരിച്ചു വന്നിട്ടുണ്ട്, പോയ സ്ഥലത്ത് തന്നെ ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും സെയിം ആണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് 0 ആണ്. അതുകൊണ്ട് തന്നെ ആവറേജ് വെലോസിറ്റി 0 ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എ ബോഡി മൂവ്സ് വിത്ത് എ സ്പീഡ് ഓഫ് 2v 40 seconds and then at a speed of v/2 for 30 seconds and finally with a speed of 3v for the 5t seconds. What is the total distance covered by the body? ഓക്കെ, അപ്പോൾ ലെറ്റേഴ്സ് കണ്ടിട്ട് നിങ്ങൾ പേടിക്കണ്ട, ഡിസ്റ്റൻസ് കാണാനാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് ആദ്യത്തെ ഒരു t സെക്കൻഡ്സ് ഇയാൾ എത്ര സ്പീഡിൽ കവർ ചെയ്തു? 2v. അങ്ങനെയെങ്കിൽ ഈ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? 2v × t. ഓക്കെ, 2v സ്പീഡിൽ t ടൈം ഇയാൾ മൂവ് ചെയ്തു. സോ കവർ ചെയ്ത ഡിസ്റ്റൻസ് 2v × t. കുറച്ച് കഴിഞ്ഞാലോ ദെൻ അറ്റ് സ്പീഡ് ഓഫ് v/2 ഫോർ 3t സെക്കൻഡ്. അപ്പോൾ എത്രയായിരിക്കും? അതിങ്ങനെ ആഡ് ചെയ്താൽ മതി അല്ല, 2vt പ്ലസ് v/2 ഫോർ 3t seconds. So v/2 × 3t plus finally with a speed of 3v for 5t seconds. So 3v × 5t plus അത്രയേ ഉള്ളൂ അല്ലേ? മൂന്ന് സെറ്റാക്കിയിട്ടാണ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ 2vt പ്ലസ് അല്ലെങ്കിൽ 2 + 3/2 + 15
15 plus 2, 17 plus 3 by 2, 18 plus half, right? 18 plus half എന്ന് പറഞ്ഞാൽ 18 എത്രയാണ് 36, 37 VT by 2. 36ഉം പിന്നെ ഒരു ഹാഫും, സോ 37 VT by 2. ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഞാൻ എങ്ങനെ ചെയ്ത് ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. 2 VT, V by 2, 3V 5 ഇങ്ങനെയുള്ളത്. ഓക്കെ, അപ്പോൾ 3 into 5, 15 VT ഇവിടെ, 2 VT ഇവിടെ, സോ 15 plus 2 എത്രയാ 17 അവിടെ നിൽക്കട്ടെ. ബാക്കി ഒരു 3 by 2 ഉണ്ട്. 3 by 2 എന്ന് പറഞ്ഞാൽ 1.5. അപ്പോൾ 17 plus 1.5, 18 അല്ലെങ്കിൽ 18 അല്ലേ, 18.5. അപ്പോൾ 18ൻ്റെ ഇരട്ടി എത്രയാ? 18ൻ്റെ ഇരട്ടി 36 ആണ്. ഹാഫിൻ്റെ ഇരട്ടി 1 ആണ്. അപ്പോൾ 36 plus 1 37, അതിൻ്റെ നേരെ പകുതി 37 by 2. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. ഞാൻ എൻ്റെ ഒരു മെത്തേഡ് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. 37 VT by 2 നിങ്ങൾക്ക് കിട്ടും. ഓക്കെ യെസ്. അപ്പോൾ ഇതെല്ലാവർക്കും ചെയ്യാൻ അറിയുന്നുണ്ടാവും, പക്ഷേ വേഗത്തിൽ ആൻസർ ചെയ്യാന്നുള്ളതാണ് 8ാം ക്ലാസ്സുകാരെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറച്ചൊരു ചലഞ്ചിങ് ആയിട്ടുണ്ടാവാം. അടുത്ത ക്വസ്റ്റ്യൻ. You are in a train and traveling on a horizontal track and notice that a piece of luggage starts to slide directly towards the front of the train. From this observation, you can conclude that the train is speeding up ആണോ, slowing down ആണോ, ചേഞ്ചിങ് ഡയറക്ഷൻ ആണോ, സ്പീഡിങ് അപ്പ് ആൻഡ് ചേഞ്ചിങ് ഡയറക്ഷൻ രണ്ടും കൂടി ഉണ്ടോ? എന്താ സംഭവിച്ചത്? നമ്മളിങ്ങനെ ട്രെയിനിൽ നിൽക്കണം. ഓക്കെ, പെട്ടെന്ന് അവിടെ ഇങ്ങനെ ട്രെയിൻ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, പെട്ടെന്ന് എന്ത് ചെയ്തു? അവിടെ ഇങ്ങനെ അടങ്ങി നിന്നിരുന്ന ഒരു പാക്കേജ് മുന്നോട്ട് പോകുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്കൊരു ലോ ഓർമ്മയിൽ വരുന്നുണ്ടാവും. ഫസ്റ്റ് ലോ ഓഫ് മോഷൻ. ഓക്കെ, ഫസ്റ്റ് ലോ ഓഫ് മോഷൻ എക്സാം വേൽ പഠിച്ചവർക്കൊക്കെ അറിയുന്നുണ്ടാവും. ബോഡി കണ്ടിന്യൂസ് ഇറ്റ് സ്റ്റേറ്റ് ഓഫ് യൂണിഫോം മോഷൻ ഓർ റെസ്റ്റ് അൺടിൽ അൻ എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് ആക്ട്സ് ഓൺ ഇറ്റ്. അതായത് എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ലാത്തിടത്തോളം കാലം ഇയാൾ ഇങ്ങനെ യൂണിഫോം മോഷനിലാണെങ്കിൽ യൂണിഫോം മോഷനിൽ കണ്ടിന്യൂ ചെയ്യും, റെസ്റ്റ് ആണെങ്കിൽ റെസ്റ്റിൽ കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ ഈ ട്രെയിനിൻ്റെ കൂടെ ഈ പാക്കേജ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. എടാ നോക്കി, ഇതാണ് ട്രെയിന്. ഈ പാക്കേജ് ട്രെയിൻ ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്, അതിൻ്റെ കൂടി ഈ പാക്കേജും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ പാക്കേജ് എന്താണ്? യൂണിഫോം മോഷനാണെന്ന് കൺസിഡർ ചെയ്തു. ഓക്കെ, കുറച്ച് കഴിഞ്ഞിട്ട് ഈ പാക്കേജ് മാത്രം മുന്നോട്ട് പോകുന്നു എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ റെസ്റ്റിലായിരുന്നു പാക്കേജ് മുന്നോട്ട് പോകുന്നു എന്ന് പറഞ്ഞാൽ എന്താ അതിനർത്ഥം? ഇയാൾ യൂണിഫോം മോഷൻ കണ്ടിന്യൂ ചെയ്യാണ്. വിച്ച് മീൻസ് ഇയാൾ എന്ത് ചെയ്തിട്ടുണ്ട്? സ്പീഡ് കുറച്ചിട്ടുണ്ട്. ഓക്കെ, ട്രെയിൻ കുറച്ചൊന്ന് സ്പീഡ് കുറച്ചിട്ടുണ്ട്, അതിൻ്റെ ഉള്ളിലുള്ള ആൾ യൂണിഫോം മോഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. സോ എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ല, ഇറ്റ് കണ്ടിന്യൂസ് ഇറ്റ് സ്റ്റേറ്റ് ഓഫ് യൂണിഫോം മോഷൻ. സ്പീഡിങ് അപ്പ് അല്ലാത്ത സ്ലോയിങ് ഡൗൺ ആയിരിക്കും ട്രെയിൻ. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ലോജിക്കലി ആലോചിച്ച് നോക്കാം. നമ്മൾ ട്രെയിനും നമ്മളിങ്ങനെ പാക്കേജും ഇങ്ങനെ ഇരിക്കുകയാണ്, പെട്ടെന്ന് പാക്കേജ് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ട്രെയിൻ സ്ലോ ഡൗൺ ചെയ്യണം അല്ലേ? കാരണം ബിക്കോസ് ദ പാക്കേജ് വാസ് ഓൾറെഡി ഇൻ മോഷൻ. ഓക്കെ, ആൻഡ് ഇറ്റ് പ്രിഫേഴ്സ് ടു കണ്ടിന്യൂ ദ സ്റ്റേറ്റ് ഓഫ് മോഷൻ. അത്രയേ ഉള്ളൂ, ഇനേർഷ്യ. ഓക്കെ, യെസ്, ദ സ്പീഡ്, വെലോസിറ്റി ഡിഫറൻസസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്റ്റൻസ്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ഇൻ എ സ്പെസിഫിക് ഡയറക്ഷൻ. ഓക്കെ, അപ്പോൾ വെലോസിറ്റി വെക്റ്റർ ക്വാണ്ടിറ്റി ആണ് ബിക്കോസ് ഇറ്റ് ഹാസ് ഡയറക്ഷൻ. സ്പീഡ് സ്കാലർ ക്വാണ്ടിറ്റി ആണ് ബിക്കോസ് ഇറ്റ് ഡസ് നോട്ട് ഹാവ് എ ഡയറക്ഷൻ. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ഓക്കെ, പിന്നെയോ ഈ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിട്ട് പോവാം. യൂണിറ്റ്, ഓക്കെ, രണ്ടാളും യൂണിറ്റ് സെയിം ആണ്, റെപ്രസെൻറ്റ് ചെയ്യുന്ന ലെറ്റർ കൂടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. എ മോട്ടോർ ബൈക്ക് സ്പീഡ്സ് up from 5 meter per second to 25 meter per second in 4 seconds. Find its acceleration. അവിടെ ആക്സിലറേഷൻ്റെ ഇക്വേഷൻ പുതിയ സ്റ്റേറ്റ് ടെക്സ്റ്റ് ബുക്ക് ഒന്ന് ഫോളോ ചെയ്യുന്നവർക്ക് അറിയുന്നുണ്ടാവില്ല. ആക്സിലറേഷൻ നിങ്ങൾ മനസ്സിലാക്കിക്കോ. ഇക്വേഷൻ എന്ന് പറയുന്നത് v - u/t ആണ്. നമ്മൾ എക്സാം വേയിലൊക്കെ പഠിപ്പിക്കുന്നതാണ്. v - u/t. എന്താ v? ഫൈനൽ വെലോസിറ്റി. ഓക്കെ, v എന്ന് പറയുന്നത് ഫൈനൽ വെലോസിറ്റി ആണ്. u എന്ന് പറയുന്നത് ഇനീഷ്യൽ വെലോസിറ്റി ആണ്. ടി എന്ന് പറയുന്നത് ടൈമാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ആക്സിലറേഷൻ? ആക്ച്വലി എന്താണ് ഈ ആക്സിലറേഷൻ? ഓരോ സെക്കൻഡിലും എത്ര സ്പീഡ് വെച്ചിട്ടാണ് ഇൻക്രീസ് ചെയ്യുന്നത്? യൂണിഫോം മോഷന് ആക്സിലറേഷൻ 0 ആയിരിക്കും, കാരണം അവിടെ സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്നോ ഡിക്രീസ് ചെയ്യുന്നില്ല. അപ്പോൾ ആക്സിലറേഷൻ പോസിറ്റീവ് ആണ്, അല്ലെങ്കിൽ +2 +5 എന്നൊക്കെ പറഞ്ഞാൽ ഓരോ സെക്കൻഡിലും ഇയാളെ സ്പീഡ് 5ഉം 2 ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നു എന്നാണ് പറയാം. ഓക്കെ, അപ്പോൾ ആക്സിലറേഷൻ കാണാനുള്ള ഇക്വേഷൻ ആണത് a = v - u/t. ഓക്കെ, 9th നമ്മളിത് കൂടുതൽ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ആക്സിലറേഷൻ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. 25 - 5 / 4. ഓക്കെ,
5 to 25. അപ്പോൾ ഇപ്പോഴത്തെ വെലോസിറ്റി എത്രയാണ് 25, പഴയ വെലോസിറ്റി എത്രയാണ് 5 ഡിവൈഡഡ് ബൈ ടൈം എത്രയാണ് 4. ഓക്കെ 25 മൈനസ് 5 20 ബൈ 4 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ 20 ബൈ 4 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. യെസ് ബി ആണ് കേട്ടോ, 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഈ ഇക്വേഷൻ ഓർത്ത് വെച്ചിട്ട് പോയിക്കോ. എല്ലാവർക്കും അറിയില്ല, പക്ഷേ ഞാൻ പറഞ്ഞു കോമ്പറ്റേറ്റീവ് എക്സാമിന് എന്താണ് എല്ലാവർക്കും അറിയാത്ത ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യണം. ഓക്കെ യെസ്, അടുത്ത ക്വസ്റ്റ്യൻ assertion reason ആണ്. A ball thrown upward has zero acceleration at its highest point. Reason, its velocity is momentarily zero at that same point. എടാ ഞാനൊരു ബോൾ പിടിച്ചിട്ട് മുകളിലോട്ട് എറിയണം. നമുക്കറിയാം ബോൾ എന്ത് ചെയ്യും, ഞാൻ ആദ്യം എറിയുമ്പോൾ ഒരു ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ടാവും, അത് കുറഞ്ഞ് മുകളിലെത്തുമ്പോൾ സീറോ വെലോസിറ്റി ആവും, സ്റ്റോപ്പ് ചെയ്യും നമ്മൾ കാണുന്നില്ല, പക്ഷെ എന്ത് ചെയ്യണേ അതൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ടാണ് താഴോട്ട് വരുന്നത്. വിച്ച് മീൻസ് അവിടെ ആക്സിലറേഷൻ നെഗറ്റീവ് ആണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ആക്സിലറേഷൻ എന്ന് പറഞ്ഞത് ഓരോ സെക്കൻഡിലും വെലോസിറ്റി എത്ര കൂടുന്നു കുറയുന്നു ഡിസൈഡ് ചെയ്യുന്ന നമ്പറാണ്. അപ്പോൾ ഞാൻ ഒരു വെലോസിറ്റിയിൽ ഒരു 10 മീറ്റർ പെർ സെക്കൻഡിൽ അല്ലെങ്കിൽ 50 മീറ്റർ പെർ സെക്കൻഡിൽ ഒരു വെലോസിറ്റിയിൽ മുകളോട് ബോൾ എറിഞ്ഞു. 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി താഴോട്ട്. ഓരോ സെക്കൻഡിലും ഇത് എന്ത് ചെയ്യും, 10 വെച്ചിട്ട് കുറയും, -10 താഴോട്ട്, 50 ആകും, 40 ആകും, 30 ആകും, 20 ആകും, 0 അങ്ങനെ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കും. മുകളിലെത്തിയതിനു ശേഷം പിന്നെ താഴോട്ട് വരും. അപ്പോൾ അറ്റ് ദ ഹയസ്റ്റ് പോയിന്റ്, ഓക്കെ, ഈ ബോളിൻ്റെ അറ്റ് ദ ഹയസ്റ്റ് പോയിന്റിൽ ആക്സിലറേഷനും വെലോസിറ്റി എത്രയാണ്? വെലോസിറ്റി ഞാൻ ഓൾറെഡി പറഞ്ഞു 0 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ആക്സിലറേഷൻ ഉണ്ടോ? യെസ്, അവിടെയും ആക്സിലറേഷൻ ഉണ്ട് അല്ലേ. അതുകൊണ്ടാണ് അടുത്ത സെക്കൻഡ് അയാൾ വീണ്ടും താഴോട്ട് വരാൻ കാരണം. ഓക്കെ, എൻ്റയർ ജേർണിയിലെ ആക്സിലറേഷൻ ഉണ്ട്, കോൺസ്റ്റന്റ് ആക്സിലറേറ്റഡ് മോഷൻ ആണ് ഇയാള്. ഓക്കെ, സോ എ ബോൾ ത്രോൺ അപ്വേർഡ് ഹാസ് സീറോ ആക്സിലറേഷൻ അറ്റ് ഇറ്റ്സ് ഹയസ്റ്റ് പോയിന്റ്. തെറ്റായ അസേർഷൻ ആണ് അത്. സീറോ ആക്സിലറേഷൻ അല്ല, എൻ്റയർ ജേർണിയിൽ ആക്സിലറേഷൻ ഉണ്ട്, 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് വാല്യൂ. ഇറ്റ്സ് വെലോസിറ്റി ഈസ് മൊമെന്ററിലി സീറോ അറ്റ് ദാറ്റ് സെയിം പോയിന്റ്. ആണോ? യെസ്, റീസൺ ഈസ് ട്രൂ ആണ് അല്ലേ. അസേർഷൻ ഈസ് ഫാൾസ് ആണ്, റീസൺ ഈസ് ട്രൂ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഒരു ബോൾ മുകളിലോട്ട് എറിഞ്ഞാൽ ഏറ്റവും ഹയസ്റ്റ് പോയിന്റിലെ there is a acceleration which is equal to 10 meter per second square. ഓക്കെ, അല്ലെങ്കിൽ -10 meter per second square. ഇനിയോ വെലോസിറ്റി ഉണ്ടോ ചോദിച്ചാൽ നോ, വെലോസിറ്റി ഈസ് സീറോ at the highest point. Yes, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഡിസ്പ്ലേസ്മെന്റ് ടൈം കർവ് ഫോർ ദ പാർട്ടിക്കിൾ മൂവിംഗ് സ്ട്രെയിറ്റ് ലൈൻ ഈസ് ഷോൺ. ഓക്കെ, ഇതാ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് നമുക്ക് തന്നിട്ടുണ്ട്. എക്സ് ആക്സിസിലെ ടൈം ആണ്, വൈ ആക്സിസിലെ ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പോൾ ഇത് മോഷനിലെ ഗ്രാഫുകളിൽ വരുന്നതാണ്, ഫൗണ്ടേഷനിലുള്ളവരൊക്കെ പഠിക്കുന്നതാണ്. അല്ലാത്തവർ ഇത് അവിടെ നന്നായിട്ട് ശ്രദ്ധിച്ചോ. എക്സ് ആക്സിസിലെ ടൈം, വൈ ആക്സിസിൽ ഡിസ്പ്ലേസ്മെന്റ്. അപ്പോൾ ഓരോ സെക്കൻഡിലും, ഓക്കെ, സെക്കൻഡ് കൂടുന്തോറും ടൈം കൂടുന്തോറും ഡിസ്പ്ലേസ്മെന്റ് കൂടുന്നു കുറയുന്നു, അതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫിൻ്റെ ചരിവ് വെലോസിറ്റിയാണ്. ഓക്കെ, അതായത് ഇതിൻ്റെ സ്ലോപ്പ് നമ്മൾ എന്താണ് മാത്തമാറ്റിക്കലി പറയും, ചരിവ്, മാത്തമാറ്റിക്കലി ഇംഗ്ലീഷിലൊക്കെ സ്ലോപ്പ് തന്നെ പറയും അല്ലേ. ആ ചരിവ്, ഓരോ പോയിന്റിലും ചരിവ്. അപ്പോൾ ഈ പോയിന്റിൽ ഇയാളെ വെലോസിറ്റി എത്രയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഇവിടുത്തെ ചരിവാണ്. ആ പോയിന്റിൽ വെലോസിറ്റി പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണെന്ന് ചോദിച്ചാൽ ആ ചരിവ് പോസിറ്റീവ് ആണ്, മുകളിലോട്ട് കയറി പോവാണ്, മുകളിലോട്ട് കയറി പോകുന്ന ചരിവ് പോസിറ്റീവ് ആണ്. ഇവിടെ ഏതാ ഡയറക്ഷൻ? പോസിറ്റീവ് ആണ്. ഇവിടെ പോസിറ്റീവ് ആണ്. അതായത് ഈ കറക്റ്റ് എക്സാക്ട് സെൻറ്റർ പോയിന്റിൽ എത്രയായിരിക്കും വെലോസിറ്റി? അവിടെ ചരിവ് 0 ആണ് അല്ലേ. ഇവിടെ v = 0 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. ഇവിടെ പോസിറ്റീവ് ആയിരിക്കും v, ഇവിടെ v നെഗറ്റീവ് ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫിന്റെ ചരിവ്, സ്ലോപ്പാണ് വെലോസിറ്റി. അപ്പോൾ ഇത് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ വെലോസിറ്റി പോസിറ്റീവ് ആണ്, 0 ചരിവാണെന്നുണ്ടെങ്കിൽ 0 വെലോസിറ്റി ആണ്, നെഗറ്റീവ് ചരിവാണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് വെലോസിറ്റി ആണ്. ഇനി നമുക്ക് ആൻസറിലോട്ട്, ഓപ്ഷൻസിലോട്ട് നോക്കാം. ഓപ്ഷൻസ് പറയുന്നത് ഫസ്റ്റ് പാർട്ടിൻ്റെ, ഈ മോഷൻ്റെ ഫസ്റ്റ് പാർട്ടിലും സെക്കൻഡ് പാർട്ടിലുള്ള ആക്സിലറേഷൻ്റെ ഡയറക്ഷനെ പറ്റിയാണ് സംസാരിക്കുന്നത്. അതായത് ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇപ്പുറമുള്ള ഭാഗം, ഈ കുന്നിന് മുകളിൽ കയറുന്ന ഭാഗം ഫസ്റ്റ് പാർട്ടും കുന്ന് ഇറങ്ങുന്ന ഭാഗം സെക്കൻഡ് പാർട്ടും. അപ്പോൾ അതിൻ്റെ ഡയറക്ഷനാണ് ചോദിച്ചിട്ടുള്ളത്, ആക്സിലറേഷൻ്റെ ഡയറക്ഷൻ. എങ്ങനെ ചെയ്യും? നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, എഗെയിൻ ഓരോ സെക്കൻഡിലും വെലോസിറ്റി കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ എന്ന് പറയുന്ന ആളാണ് ആക്സിലറേഷൻ. അപ്പോൾ ആക്സിലറേഷൻ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ അവിടെ വെലോസിറ്റി കൂടി കൊണ്ടേയിരിക്കുകയാണ്. ആക്സിലറേഷൻ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റി കുറഞ്ഞു കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അതാ ഇവിടെ വെലോസിറ്റി കുറഞ്ഞ് 0 ആണ് അല്ലേ. ആദ്യം ഹയർ പോസിറ്റീവ് ആയിരുന്നു, കുറഞ്ഞ് 0 ആണ്. അപ്പോൾ ഇവിടുത്തെ ആക്സിലറേഷൻ എന്താടാ? ഫസ്റ്റ് പാർട്ടിലെ ആക്സിലറേഷൻ നെഗറ്റീവ് ആണ്. സോറി ഫസ്റ്റ് പാർട്ടിലെ ആക്സിലറേഷൻ നെഗറ്റീവ് ആണ്. സെക്കൻഡ് പാർട്ടിലെ ആക്സിലറേഷൻ ഏതായിരിക്കും? 0 ഉള്ള വാല്യൂ ആണ്,
അത് വീണ്ടും നെഗറ്റീവ് ആണ്, വിച്ച് മീൻസ് വെലോസിറ്റി വീണ്ടും കുറയുന്നു, വിച്ച് മീൻസ് ആക്സലറേഷൻ ഈസ് ഓൾസോ നെഗറ്റീവ് അഗെയിൻ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പാർട്ടിലും സെക്കൻഡ് പാർട്ടിലും ആക്സലറേഷൻ നെഗറ്റീവ് ആണ്. ഓപ്ഷൻ ഡ്യൂറിങ് ദ ഹോൾ കോഴ്സ് ഓഫ് മോഷൻ ആക്സലറേഷൻ നെഗറ്റീവ്. എങ്ങനെ നമ്മൾ ആൻസറിലോട്ട് എത്തിയത്? ഗ്രാഫ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പാണ് വെലോസിറ്റി. അപ്പോൾ അതായത് സ്ലോപ്പ് ആദ്യം ഹയർ പോസിറ്റീവ് ആയിരുന്നു, കുറഞ്ഞ് 0 ആയി, പിന്നെ അത് വീണ്ടും കുറഞ്ഞിട്ട് നെഗറ്റീവ് ആകണം. ഓക്കെ, ഇതിനർത്ഥം ഇയാൾ പിന്നിലോട്ട് പോകുന്നു എന്നാണ് അർത്ഥം. ഓക്കെ, ഇയാൾ പിന്നിലോട്ട് പോകുന്നു. ഡിസ്പ്ലേസ്മെൻറ്റ് ആദ്യം കൂടി വരുന്നു, പിന്നെ കുറഞ്ഞു വരുന്നു. വെലോസിറ്റി നെഗറ്റീവ് ആണ്, പിന്നിലോട്ട് പോകണം. അപ്പോൾ അവിടുന്ന് എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? വെലോസിറ്റി കുറഞ്ഞു വരുന്നു എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ നെഗറ്റീവ്, പിന്നെയോ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകുന്നു എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ വീണ്ടും നെഗറ്റീവ്. ഓക്കെ, ഇവിടെ ആക്സലറേഷൻ എന്താണെന്നൊക്കെ നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. ഐ എം ആക്സലറേറ്റിംഗ് ബിക്കോസ് ഐ എം സ്പീഡിങ് അപ്പ്. സ്പീഡിങ് അപ്പിനെയാണ് നമ്മൾ ആക്സലറേഷൻ എന്ന് പറയാം. ഓരോ സെക്കൻഡ് സ്പീഡ് കൂടി ഇതിനാണ് നമ്മൾ ആക്സലറേഷൻ എന്ന് പറയാം. ഐ എം ആക്സലറേറ്റിംഗ് ബിക്കോസ് ഐ എം സ്ലോയിങ് ഡൗൺ. അതായത് സ്ലോ ഡൗൺ ചെയ്താലും ആക്സലറേഷൻ എന്ന് പറയും. അപ്പോൾ ആക്സലറേഷൻ നെഗറ്റീവ് ആയിരിക്കും, അത്രയേ ഉള്ളൂ. ഇവിടെ ആക്സലറേഷൻ നെഗറ്റീവ് ആയിരിക്കും, ഇവിടെ ആക്സലറേഷൻ പോസിറ്റീവ് ആയിരിക്കും. ഇനിയോ ഐ എം ആക്സലറേറ്റിംഗ് ബിക്കോസ് ഐ എം ചേഞ്ചിങ് ഡയറക്ഷൻ. വെലോസിറ്റി ചേഞ്ച് ചെയ്താൽ ആക്സലറേഷൻ ഉണ്ടാവും, അപ്പോൾ ഡയറക്ഷൻ ചേഞ്ച് ചെയ്താലും ആക്സലറേഷൻ ഉണ്ടാവും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഒരു സർക്കുലർ മോഷനിൽ ഇയാൾ ഇങ്ങനെ ഒരേ സ്പീഡിൽ കറങ്ങിക്കൊണ്ടിരിക്കണം. ഓക്കെ, ഒരേ സ്പീഡിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചോദിക്കുകയാണ് ഇയാൾക്ക് ആക്സലറേഷൻ ഉണ്ടോ? കുറേ ആൾക്കാർ പറയും നോ. കാരണം എന്താ? ഒരേ സ്പീഡല്ലേ, വെലോസിറ്റി ചേഞ്ച് ചെയ്യേണ്ടത്. വെലോസിറ്റി ഇവിടെയും ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇവിടെ മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുന്നില്ല, പക്ഷേ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഓരോ സെക്കൻഡിലും ഇവിടെ ഇങ്ങോട്ടാണ്, ഇവിടെ ഇങ്ങോട്ടാണ്. ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇവിടെ സർക്കുലർ മോഷൻ, ഒരേ സ്പീഡിൽ കറങ്ങുന്ന സർക്കുലർ മോഷനിലും ആക്സിലറേഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ആക്സിലറേഷൻ ചില ആൾക്കാർക്ക് പുതിയൊരു ടോപ്പിക് ആയിരിക്കും. അപ്പോൾ അതെന്താണെന്ന് നന്നായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, ആക്സിലറേഷൻ ഇക്വേഷനും മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫ്രോം ദ ഫോളോയിങ്. കുറച്ച് സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്. യൂണിഫോം സർക്കുലർ മോഷനെ പറ്റിയാണ് പറയുന്നത്. എന്താണ് യൂണിഫോം സർക്കുലർ മോഷൻ? സർക്കിളിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക വിത്ത് ഈക്വൽ സ്പീഡ്. അപ്പോൾ ആക്സലറേഷൻ ഉണ്ടാവുമോ? നമ്മളിപ്പോൾ പറഞ്ഞു ദർ ഈസ് ആൻ ആക്സലറേഷൻ വിച്ച് ഈസ് കോൾഡ് സെൻട്രിപിറ്റൽ ആക്സലറേഷൻ. അതിന് റീസൺ എന്താണ്? ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നതുകൊണ്ടാണ്. മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുന്നില്ല നമുക്കറിയാം, പക്ഷേ ദർ ഈസ് ചേഞ്ച് ഓഫ് ഡയറക്ഷൻ. ഓക്കെ, ഇങ്ങനെ. അപ്പോൾ അതിൻ്റെ ഡയറക്ഷൻ, അവിടെ ഒരു ആക്സലറേഷൻ ഉണ്ട്, അതിൻ്റെ ഡയറക്ഷൻ ടുവാർഡ്സ് സെൻറ്റർ ആണ്. ഇത് നമ്മൾ സെൻട്രിപിറ്റൽ ആക്സലറേഷൻ എന്നാണ് വിളിക്കുക. അവിടെ ആക്സലറേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ദർ ഈസ് എ ഫോഴ്സ്. ഓക്കെ, ആ ഫോഴ്സിനെ നമ്മൾ സെൻട്രിപിറ്റൽ ഫോഴ്സ് എന്നെല്ലാം വിളിക്കും. ഓക്കെ, അപ്പോൾ അതിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പഠിക്കും. ഇപ്പോൾ സിമ്പിളായിട്ട് മനസ്സിലാക്കി വെക്കാം. സർക്കുലർ മോഷനിൽ സെയിം സ്പീഡിൽ കറങ്ങിയാലും ദർ ഈസ് ആക്സലറേഷൻ. അപ്പോൾ അതിൻ്റെ റീസൺ എന്താണ് സാറേ? അതിൻ്റെ റീസൺ ദർ ഈസ് ചേഞ്ച് ഓഫ് ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി. വെലോസിറ്റിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്താൽ അവിടെ വെലോസിറ്റി ചേഞ്ച് ചെയ്തു. വെലോസിറ്റി ചേഞ്ച് ചെയ്താൽ ആക്സിലറേഷൻ ഉണ്ട്. ആ ആക്സിലറേഷൻ ഡയറക്ഷൻ എങ്ങോട്ടാണ്? ടുവാർഡ്സ് ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ. ഓക്കെ, അപ്പോൾ ദർ ഈസ് എ നെറ്റ് ഫോഴ്സ്. ഓപ്ഷൻ ഏതാണ്? ഫോർ എ പാർട്ടിക്കിൾ ടു ഹാവ് യൂണിഫോം സർക്കുലർ മോഷൻ ദർ മസ്റ്റ് ബി സം നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ടിംഗ് ഓൺ ഇറ്റ്. വിച്ച് സ്റ്റേറ്റ്മെന്റ് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് യൂണിഫോം മോഷൻ? ഓക്കെ, താഴെ പറയുന്നതിൽ ഏതാണ് യൂണിഫോം മോഷനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്? യൂണിഫോം മോഷൻ occurs when an object moves at a constant speed in a straight line. ഓക്കെ, കറക്റ്റ് ആണല്ലേ? അത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. പക്ഷേ ബെസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. യൂണിഫോം മോഷൻ occurs when an object changes its direction frequently. തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ് ബി. ഡയറക്ഷൻ ചേഞ്ച് ചെയ്താൽ എന്താണ്? വെലോസിറ്റി ചേഞ്ച് ചെയ്തും. അത് എന്തല്ല? യൂണിഫോം മോഷൻ അല്ല. യൂണിഫോം മോഷൻ occurs when an object accelerates continuously. തെറ്റാണ്. ആക്സിലറേഷൻ 0 ആയ മോഷനാണ് യൂണിഫോം മോഷൻ. യൂണിഫോം മോഷൻ occurs when an object moves in a circle at varying speed. തെറ്റാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് അല്ലേ? ഒരു ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈം, ഈക്വൽ ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നതിനാണ് നമ്മൾ യൂണിഫോം മോഷൻ എന്ന് പറയുക. അതായത് ആദ്യത്തെ 2 മീറ്റർ ഇയാൾ 1 സെക്കൻഡോട് കവർ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇത് യൂണിഫോം മോഷൻ ആണെന്നുണ്ടെങ്കിൽ അടുത്ത 1 സെക്കൻഡ് ഇയാൾ കവർ ചെയ്യേണ്ടത് 2 മീറ്റർ തന്നെ ആയിരിക്കണം. ഓക്കെ, ഈക്വൽ ഇൻ്റർവെല്ലിൽ ഈക്വൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ. ഹൗ ഡസ് ദ വെലോസിറ്റി ഓഫ് ആൻ ഒബ്ജക്ട് ബിഹേവ് ഇൻ യൂണിഫോം മോഷൻ? ദ വെലോസിറ്റി ഓഫ് ആൻ ഒബ്ജക്ട് ഇൻ യൂണിഫോം മോഷൻ ഇൻക്രീസസ് സ്റ്റഡിലി. തെറ്റാണ്. യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നില്ല. യൂണിഫോം ചേഞ്ചസ് റാൻഡംലി അല്ല, ഡിക്രീസസ് സ്റ്റഡിലി അല്ല, കോൺസ്റ്റന്റ് ആണ്. ദ വെലോസിറ്റി ഓഫ് ആൻ ഒബ്ജക്ട് ഇൻ യൂണിഫോം മോഷൻ റിമെയിൻസ് കോൺസ്റ്റന്റ്. വെലോസിറ്റി മാറാത്ത മോഷൻ ആണ് യൂണിഫോം മോഷൻ. അടുത്ത ക്വസ്റ്റ്യൻ. എ ബോഡി സ്റ്റാർട്സ് ടു സ്ലൈഡ് ഓവർ എ ഹൊറിസോണ്ടൽ സർഫേസ് വിത്ത് ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് 0.2 meter per second. Due to friction, its velocity decreases at the rate of 0.02 meter per second square. How much time will it take for the body to stop? അതായത് നോക്കി, ഒരു
ബോഡി 0.2 മീറ്റർ പെർ സെക്കൻഡ് ഇങ്ങനെ സമാധാനമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെ ഓപ്പോസിംഗ് ആയിട്ട് ഫ്രിക്ഷൻ ഉണ്ട്. ഫ്രിക്ഷൻ ഉണ്ടെങ്കിൽ ദർ ഈസ് നെഗറ്റീവ് ആക്സിലറേഷൻ 0.02 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ, ഓരോ സെക്കൻഡിലും 0.02 മീറ്റർ പെർ സെക്കൻഡ് വെച്ചിട്ട് വെലോസിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു ആക്സിലറേഷൻ നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഓരോ സെക്കൻഡിലും ആക്സിലറേഷൻ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, റിട്ടാർഡേഷൻ ആണിത്. അങ്ങനെയാണെങ്കിൽ ഹൗ മച്ച് ടൈം വിൽ ടേക്ക് ഫോർ ദ ബോഡി ടു സ്റ്റോപ്പ്? 0 മീറ്റർ പെർ സെക്കൻഡ് ആവാൻ എത്ര സമയം എടുക്കും എന്നാണ് ചോദ്യം. ഓക്കെ, 0.20 ആവാൻ എത്ര സമയം എടുക്കും? 0.02 വെച്ചിട്ടാണ് ഓരോ സെക്കൻഡിലും കുറയുന്നത്. ഈസി അല്ലേ? 0.02 നോക്കാം, 0.2 അടുത്ത സെക്കൻഡ് എത്രയാവും? 0.16 ആവും അല്ലേ? 0.16 ആവും, പിന്നെ അത് 0.18 ആവും, പിന്നെ അത് 0.16 ആവും, പിന്നെ അത് 0.14 ആകും. ഇങ്ങനെ കുറഞ്ഞ് 0 ആവാൻ എത്ര സമയം എടുക്കും? 10 സെക്കൻഡ്സ് ആയിരിക്കും എടുക്കാം അല്ലേ? 10 സെക്കൻഡ്സ്. 1 സെക്കൻഡ്, 2 സെക്കൻഡ്, 3 സെക്കൻഡ്, 4 സെക്കൻഡ്, 5 സെക്കൻഡ്, അങ്ങനെ കുറഞ്ഞ് 0 ആവാൻ 10 സെക്കൻഡ്സ് ആയിരിക്കും എടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഇക്വേഷനിൽ ഇട്ടിട്ടും ചെയ്യാം. A is equal to V minus U by T എടുത്തിട്ട് ചെയ്യാം. നമുക്ക് V ഉണ്ട്, U ഉണ്ട്. V 0 ആണ്, U 0.2 ആണ്, A minus 0.02 ആണ്, T നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 10 ആൻസർ വരും. ഓക്കെ, അപ്പോൾ അത് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് ലോജിക്കലി ആലോചിച്ച് ആൻസറിലോട്ട് എത്താവുന്നതാണ് വേഗം. ഓക്കെ, അപ്പോൾ എല്ലാവരും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഈ വീഡിയോ കണ്ടിട്ട് ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റിൽ ചോദിച്ചാൽ മതി. ഐ വിൽ ക്ലിയർ ആസ് സൂൺ ആസ് പോസിബിൾ. ഓക്കെ, അപ്പോൾ ചില ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടാവും, ഇത് കുറച്ച് എന്താണ് ആക്സിലറേഷനൊക്കെ നമ്മൾ പഠിക്കാത്ത കാര്യങ്ങളല്ലേ? യെസ്, അപ്പോൾ നിങ്ങൾ സ്കൂളിൽ പഠിക്കാത്ത കുറച്ച് കാര്യങ്ങളും കൂടി NSMCക്ക് ഉണ്ടാവും. അപ്പോൾ അത് പഠിക്കുന്ന ആൾക്കാർക്കാണ് നല്ല മാർക്ക് കിട്ടാൻ പോകുന്നത് NSMCയിൽ. എല്ലാവരും നന്നായിട്ട് പഠിക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. രജിസ്റ്റർ ചെയ്യാത്തവർ എന്താണ് വീഡിയോ കാണാൻ ചാൻസ് കുറവാണ്. ഇനി ആരെങ്കിലും രജിസ്റ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു രജിസ്റ്റർ. ഓക്കെ, ചെറിയ പൈസയേ ഉള്ളൂ, എല്ലാവരും രജിസ്റ്റർ ചെയ്യാം. ഓക്കെ, അടിപൊളിയായിട്ട് എക്സാം എഴുതാം. ഓൾ ദി ബെസ്റ്റ്.